സേഫ് തുടരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, ഈ OR കേളു അടക്കം പറയുന്നത് ഈ 750 കോടി കണ്ടെത്തുക എന്നതാണ്. കേന്ദ്രം സഹായം നൽകിയില്ലെങ്കിലും നമ്മുടെ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ അതോടൊപ്പം തന്നെ MP ഫണ്ടിലൂടെയൊക്കെ ഈ സഹായങ്ങൾ കണ്ടെത്തുക, പണം കണ്ടെത്തുക എന്നത് തന്നെയാണല്ലോ വലിയ കടമ്പ. അതെ, കേന്ദ്ര സർക്കാരിന് അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല കേരളത്തെ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തിലൊരു ദുരന്തമുണ്ടാകുന്നു, കേന്ദ്രത്തിൻ്റെ സഹായം അതിനകത്ത് കിട്ടേണ്ടതാണ്. അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് അർഹമായ പരിഗണന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ആ പ്രതീക്ഷ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും വിട്ട് കളഞ്ഞിട്ടില്ല. സഹായം കിട്ടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. പക്ഷേ എത്രത്തോളം കിട്ടുമെന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൻ്റെ ഒരു പൊതുമനസ്സിനെ ചേർത്ത് പിടിക്കുന്നത്. ആ പൊതുമനസ്സിലുള്ള വിശ്വാസം കൊണ്ടാണ് ഈ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പണമില്ലാതിരുന്നിട്ട് കൂടി അത് വേഗത്തിൽ നടപ്പാക്കണം എന്നൊരു ആലോചന നടത്തുന്നത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ വീട് വാഗ്ദാനം ചെയ്ത 38 സ്പോൺസർമാരുണ്ട്. ഒരു വീട് വെച്ച് നൽകാം എന്ന് വാഗ്ദാനം ചെയ്തവരാണ്. എത്രത്തോളം വീട് വെച്ച് അവർ നൽകും എന്നുള്ളതിൻ്റെ കണക്കൊക്കെ നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ 38 സ്പോൺസർമാരുണ്ടായിരുന്നു. മുഖ്യ സ്പോൺസർമാരായി 50 വീടിന് മുകളിൽ വാഗ്ദാനം ചെയ്ത ആൾക്കാരെയാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയത്. ആ വീട് അവർ നിർമ്മിച്ച് നൽകും. അതിനൊപ്പം തന്നെ ഈ വീട് നിർമ്മിക്കുമ്പോൾ അവിടെ കല്ല്, കട്ട, കമ്പി, അതുപോലെ തന്നെ പെയിൻറ്റ്, ഇതെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പല ഈ വാഗ്ദാനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ പുനർനിർമ്മാണം ആരംഭിക്കുമ്പോൾ മറ്റ് മേഖലകളിൽ നിന്നുള്ള സഹായം കൂടി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ വായ്പ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമ്പോൾ ലോകബാങ്കിൽ നിന്നടക്കം നമുക്ക് വായ്പ എടുക്കാൻ കഴിയും എന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അത് കണക്കാക്കിക്കൊണ്ട് കുറച്ച് വായ്പ എടുത്തുകൊണ്ട് അത് നിർമ്മിക്കാൻ കഴിയും. പിന്നീട് ഇന്ത്യയിലുള്ള ഏത് MP-മാർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടത്തേക്ക് പണം വയനാട് മുണ്ടക്കൈ പുനർനിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാം. പക്ഷേ എല്ലാവരും ഒന്നും കൊടുക്കുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലുള്ള MP-മാർ, രാജ്യസഭ MP ആയാലും ലോക്സഭ MP ആയാലും അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇങ്ങോട്ടേക്ക് കൊടുക്കാം. അത് 1 കോടി രൂപ വേണമെങ്കിൽ വരെ അവർക്ക് കൊടുക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഒരു 28ഓളം കോടി രൂപ, 26ഓളം കോടി രൂപ നമുക്ക് അല്ലാതെ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള സഹായം കിട്ടിക്കൊണ്ട് വേഗത്തിൽ പൂർത്തീകരിക്കാം പുനർനിർമ്മാണം എന്നുള്ള പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ഒരു വലിയ പദ്ധതി, 750 കോടിയോളം രൂപയുടെ വലിയ പദ്ധതി, നമുക്കത് ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. കിഫ്ബിയാണ് അത് തയ്യാറാക്കിയത്. അത് ആ രീതിയിൽ നടപ്പാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ആ മേഖലയെ ആകെ പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് വസ്തുത. രണ്ടിടത്തു നിന്നായി ഭൂമി ഏറ്റെടുക്കലിനായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം ഉണ്ടായിരുന്നത്. അത് നിയമപരമായ പ്രശ്നമായിരുന്നു. ആ നിയമപരമായ കടമ്പ ഇതിനോടകം തന്നെ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ ഡിവിഷൻ ബെഞ്ചിലേക്കോ മറ്റും പോയിട്ടില്ല. അതിൻ്റെ കാരണം അവരുടെ ഒരു പേടി ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാർ ഈ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത് കളയുമോ പണം നൽകാതെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഹൈക്കോടതി അതിനകത്തൊരു വ്യക്തത വരുത്തി, സിംഗിൾ ബെഞ്ച് തന്നെ അതിനകത്തൊരു വ്യക്തത വരുത്തി. 2013 ദുരന്ത നിവാരണ നിയമപ്രകാരം നിങ്ങൾ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം അർഹമായത് അവർക്ക് നൽകി അത് കെട്ടിവെച്ചതിന് ശേഷം വേണം ഭൂമി ഏറ്റെടുക്കാൻ. പിന്നീട് സിവിൽ കോടതിയിലുള്ള കേസുകൾക്ക് വിധി തീർപ്പാക്കിയ ശേഷം അത് അനുകൂലമായി സർക്കാരിന് വരികയാണെന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ഉടമകൾക്ക് അത് കൈമാറേണ്ടി വരും. എന്തായാലും നഷ്ടപരിഹാരം കെട്ടിവെച്ചിട്ട് നിങ്ങൾ ഭൂമി ഏറ്റെടുത്തുള്ളൂ, അതിനകത്ത് കുഴപ്പമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയായിരുന്നു അത്. ആ കടമ്പ മറികടന്നു. ഇപ്പോൾ പദ്ധതി രൂപരേഖ തയ്യാറായി, അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിനിടയിൽ കേന്ദ്രത്തിന്റെ സഹായം എന്തെങ്കിലും ലഭ്യമാകുമോ എന്നുകൂടി സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നുണ്ട്. സേഫ്, 2 ബൃഹത്തായ പദ്ധതികളാണ്. 2 ടൗൺഷിപ്പുകൾ വരികയാണ്. അത്രയധികം ആളുകളെ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവർക്ക് ഇനി മുന്നോട്ടുള്ള തൊഴിൽ കണ്ടെത്തുക, അത്തരത്തിലുള്ള എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ടൗൺഷിപ്പ് വരുന്നു. ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്, അത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളോടെയും ബൃഹത്തായ വലിയ പദ്ധതികൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഏകോപന ചുമതല എങ്ങനെയായിരിക്കും, ആർക്കൊക്കെ ആയിരിക്കും ഏകോപന ചുമതല ഉണ്ടാവുക, മുന്നോട്ടേക്ക് ഏത് രീതിയിൽ കാര്യങ്ങൾ പോകും എന്നതൊന്ന് വിശദീകരിക്കാമോ? ഇതിനൊരു നോഡൽ ഓഫീസറെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ നടത്തിപ്പ്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ക്രമീകരണങ്ങൾ, അത് കൊണ്ടുപോകുന്ന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ആരാണ് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭാ യോഗമായിരിക്കും അതിനകത്ത് തീരുമാനമെടുക്കുന്നത്. ആദ്യം പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിനകത്തൊരു നോഡൽ ഓഫീസർ വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. അതാരാണെന്ന് പിന്നീട് തീരുമാനിക്കും. ഇതിൽ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി അതിന് മേൽനോട്ടം വഹിക്കും. ചീഫ് സെക്രട്ടറി അതിന് എങ്ങനെ നടക്കുന്നുവെന്ന് വിലയിരുത്തി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ജില്ലാ കളക്ടർ അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ജില്ലാ കളക്ടർ അതിൻ്റെ ആ ജില്ലയിലെ കാര്യങ്ങൾ ക്രോഡീകരിക്കും. അതിന് പിന്നാലെയാണ് ഈ നോഡൽ ഓഫീസറെ തീരുമാനിച്ചിരിക്കുന്നത്. അതായത്
ഒരു ടൈം പീരീഡ് ഇതിനകത്ത് നിശ്ചയിക്കുന്നുണ്ട്. ഇത് എത്ര സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണം എന്നുള്ളൊരു ടൈം പീരീഡ് നിശ്ചയിക്കുന്നുണ്ട്. ആ ടൈം പീരീഡ് എത്ര സമയമാണ്, എത്ര വീടുകളാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കണം. അതിനൊപ്പം തന്നെ വിവിധ ഏജൻസികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഭൂമി ഏറ്റെടുത്ത് കഴിയുമ്പോൾ വിവിധ വകുപ്പുകളുടെ അനുമതി അതിന് നേടിയെടുക്കണം. ഇപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ അനുമതി നേടിയെടുക്കണം, വനവകുപ്പുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഓരോ വകുപ്പിൻ്റെ അനുമതി തേടിയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാ വകുപ്പുകളെയും ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അത് വേഗത്തിൽ പൂർത്തീകരിക്കുക. അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകും. ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ, നോഡൽ ഓഫീസർ അടക്കമുള്ളവർ അത് തീരുമാനിക്കും. 25-ാം തീയതിയോടുകൂടി തന്നെ നമ്മളൊരു ഗുണഭോക്താക്കളുടെ പട്ടിക, ഈ ദുരന്തബാധിതർ എത്രയാണ്, ദുരന്തബാധിതർക്ക് എത്ര വീടുകളാണ് അവിടെ വെക്കേണ്ടത്, നെടുമ്പാലയിൽ എത്ര വെക്കണം, അതുപോലെ തന്നെ എൽസ്റ്റോണിൽ എത്ര വീട് വെക്കണം, അത് വീടിൻ്റെ കണക്ക് തീരുമാനിച്ചിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റനില വീടാണ്. അതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ അതിന് തയ്യാറായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എത്ര വീടുകളാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. ആ 25-ാം തീയതി ഗുണഭോക്താക്കളുടെ പട്ടിക പ്രഖ്യാപിച്ചുകൊണ്ട് ആ വീടുകളുടെ എണ്ണം തീരുമാനിച്ച് വിവിധ ഏജൻസികളുമായി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കിഫ്കോണുമായി സംസാരിക്കണം, ഊരാളുങ്കലുമായി സംസാരിക്കണം, അതിൻ്റെ അവർ തമ്മിലുള്ള കരാർ ഒപ്പുവെക്കണം. അതിന് കുറച്ച് സമയം മതി എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും 2 ആഴ്ചക്കപ്പുറത്തേക്ക് അത് പോകില്ല. ഈ മാസം അവസാനത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ ഇനി വലിയ നിയമക്കുരുക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ നിയമക്കുരുക്കൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി വയനാട് മുണ്ടക്കൈ എന്ന പ്രദേശത്തെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ആ പ്രദേശത്തെ ആകെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ പദ്ധതിയുടെ ആ രേഖ, അത് അംഗീകരിക്കപ്പെട്ട ആ രേഖ, അത് പ്രകാരമുള്ള നടപടികളും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഒരു 6 മാസം കൊണ്ടൊക്കെ അത് പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവർക്ക് ഒരുപാട് നാൾ അങ്ങനെ വാടക വീട്ടിലും മറ്റും കിടക്കേണ്ടി വരില്ല. അവർക്ക് അവിടെ നമ്മൾ ആ വിഷ്വലി കാണുന്നുണ്ട്. ഇപ്പോൾ സ്നേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ ഉണ്ട്, അവിടെ സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്ത് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അവിടെ ഉണ്ട്. അവരുടെ പുനരധിവാസം എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ ജീവിതോപരാധികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ ചെയ്ത് ജീവിച്ച ആൾക്കാർക്ക് അവിടെ കടകളിൽ അങ്ങനെയുള്ള സൗകര്യം, അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അവർക്കൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ആ ടൗൺഷിപ്പിൽ നിലവിലുള്ള പദ്ധതി പ്രകാരം ഉണ്ട്. അത് ഒരു 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ പൂർത്തീകരിക്കാം എന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അത് വേഗത്തിൽ തുടങ്ങുകയാണെങ്കിൽ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് സ്നേഹം.